നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വെള്ളിക്കുളങ്ങര കൊടുങ്ങയിൽ ആളില്ലാത്ത വീട്ടിൽ നിന്നും 11.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. കൊടുങ്ങ വില്ലൻ വീട്ടിൽ ഉസ്മാന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം, ഒരാൾ മരിച്ചു, 5 പേർക്ക് പരിക്ക്. കുതിരാൻ പാലത്തിന് മുകളിൽ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ന്യൂ ഇയർ ഡ്രൈവിന്റെ ഭാഗമായി പുതുക്കാട് പോലീസും ഡോഗ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ അളഗപ്പ നഗറിൽ നിന്ന് 21 ലിറ്റർ മദ്യം പിടികൂടി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ മാസവും സൗജന്യ ഹെൽത്ത് ക്യാരവന്റെ സേവനം ലഭ്യമാക്കുന്ന ആരോഗ്യ പരിപാലന പദ്ധതിക്ക് കോടാലിയിൽ തുടക്കം കുറിച്ചു. പ്രസിദ്ധമായ 3 മുറി അമ്പു തിരുനാളിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങാലൂർ മനയ്ക്കക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. കടന്നുപോകുന്ന വർഷത്തിൽ NCTV സംപ്രേഷണം ചെയ്ത പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിയ പോയ വർഷം 2023. വാർത്തകൾ വിശദമായി. വെള്ളിക്കുളങ്ങര കൊടുങ്ങയിൽ ആളില്ലാത്ത വീട്ടിൽ നിന്നും 11.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. കൊടുങ്ങ വില്ലൻ വീട്ടിൽ ഉസ്മാന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. വീടിൻ്റെ 1-ാം നിലയിൽ പുറകിലുള്ള വാതിൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് താഴത്തെ നിലയിൽ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 92 ഗ്രാം സ്വർണമാണ് മോഷ്ടിച്ചത്. ഉസ്മാൻ ഗൾഫിലാണ്. ഭാര്യ ഹസീനയും മക്കളും 2 ദിവസമായി അവരുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ ഇവർ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജില്ലാ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ വിരലടയാള വിദഗ്ധ KN ജിനിയും സ്ഥലത്തെത്തി. കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം, ഒരാൾ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. കുതിരാൻ പാലത്തിന് മുകളിൽ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2 സ്ത്രീകളും 4 പുരുഷന്മാരും അടക്കം 6 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. കോട്ടയം സ്വദേശി ജോൺ തോമസ് എന്ന ആളുടെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കുതിരാനിലെ റോഡ് ഇടിഞ്ഞ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തൃശൂർ പാലക്കാട് ട്രാക്കിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിട്ടിരുന്നത്. ഇതിനിടയിൽ കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ പാടുപെട്ടാണ് ട്രെയിലർ ലോറിയുടെ മുൻഭാഗത്തു നിന്നും ഇന്നോവ നീക്കി മാറ്റിയത്. ന്യൂ ഇയർ ഡ്രൈവിന്റെ ഭാഗമായി പുതുക്കാട് പോലീസും ഡോഗ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ അളഗപ്പ നഗറിൽ നിന്ന് 21 ലിറ്റർ മദ്യം പിടികൂടി. അളഗപ്പ നഗർ കനാലിന് സമീപത്തെ വീട്ടുപറമ്പിൽ സഞ്ചികളിലാക്കി ഒളിപ്പിച്ചു വെച്ച 1/2 ലിറ്ററിന്റെ 42 കുപ്പി മദ്യമാണ് ഡോഗ് സ്ക്വാഡ് കണ്ടെത്തിയത്. പോലീസിനെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു. ന്യൂ ഇയർ പ്രമാണിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യമാണ് പോലീസ് പിടികൂടിയത്. ആമ്പലൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്ത് പോലീസിനെ കണ്ട് ഓടിയ യുവാവിനെ പിന്തുടർന്ന് പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് കഞ്ചാവ്, ബീഡി പോലീസ് പിടിച്ചെടുത്തു. പുതുവത്സര ദിനത്തിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് കണ്ടെത്താനായാണ് ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പോലീസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. ആമ്പല്ലൂർ, അളഗപ്പ നഗർ, പാലിയേക്കര ടോൾ പരിസരം, പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സംഘം പരിശോധന നടത്തി. പുതുക്കാട് SHO UH സുനിൽദാസ്, SI KS സൂരജ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI വിശ്വനാഥൻ, ഡോഗ് സ്ക്വാഡ് അംഗങ്ങളായ KK കൃഷ്ണകുമാർ, ബിബിൻ ദാസ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട ഡോഗ് സ്ക്വാഡിലെ മിലോ, സ്റ്റെഫി എന്നീ നായകളുടെ സഹായത്തോടെയാണ് റെയ്ഡ് നടത്തിയത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ മാസവും സൗജന്യ ഹെൽത്ത് ക്യാരവന്റെ സേവനം ലഭ്യമാക്കുന്ന ആരോഗ്യ പരിപാലന പദ്ധതിക്ക് കോടാലിയിൽ തുടക്കം കുറിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും ഗുഡ് സ്മരിറ്റൻ മെഡിക്കൽ സെന്ററും സംയുക്തമായാണ് ആരോഗ്യ പരിപാലന പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഹെൽത്ത് ക്യാരവനിലൂടെ സൗജന്യ അൾട്രാസൗണ്ട് സ്കാനിംഗ് സേവനവും പദ്ധതി വഴി ലഭ്യമാക്കുന്നുണ്ട്.
ഹെൽത്ത് കാരവനിൽ ഡോക്ടർമാരുടെ സൗജന്യ OP, സൗജന്യ ഡെന്റൽ പരിശോധന, സൗജന്യ പോർട്ടബിൾ എക്സ്റേ, സൗജന്യ അൾട്രാസൗണ്ട് സ്കാനിംഗ്, ക്യാൻസർ, സ്ട്രോക്ക്, ഹൃദയാഘാതം, വൃക്ക, ലിവർ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ തടയുന്നതിനുള്ള സേവനങ്ങളാണ് വിഭാവനം ചെയ്യുന്നത്. എല്ലാ മാസവും പഞ്ചായത്തിലെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് സേവനങ്ങൾ വിപുലപ്പെടുത്തും. ഡയാലിസിസ് രഹിത ഗ്രാമപഞ്ചായത്താക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. സൗജന്യ ഹെൽത്ത് കാരവൻ പദ്ധതിയുടെ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ്, മെഡിക്കൽ ഡയറക്ടർ ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഡോക്ടർ ഋഷിൻ സുമൻ, ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ CEO ഫാദർ ജോയ് കുത്തൂർ, ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ ശില്പ, റേഡിയോളജിസ്റ്റ് ഡോക്ടർ ജോണി പൗലോസ്, ഡെന്റിസ്റ്റ് ഡോക്ടർ സുനിൽ എന്നിവർ സംസാരിച്ചു. നന്ദിപുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നന്ദിപുലം മഹേഷിന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച കുട്ടികളുടെ പഞ്ചാരി മേളം അരങ്ങേറ്റം നടന്നു. ക്ഷേത്ര മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പെരുവനം സതീശൻ മാരാർ വിശിഷ്ട അതിഥിയായിരുന്നു. മുരിക്കിങ്ങൽ 5-ാം വാർഡിൽ സേഫ് ട്രാവൽ എന്ന പദ്ധതിക്ക് തുടക്കമായി. റോഡ് സൈഡിൽ നട്ടുപിടിപ്പിച്ച ചെടികളും ഫലവൃക്ഷങ്ങളും മറ്റു കൊമ്പുകളും വേലിയും മുൾക്കാടുകളുമായി യാത്രക്കാർക്ക് തടസ്സമായി നിന്ന എല്ലാം വൃത്തിയാക്കി വാർഡിലെ എല്ലാ റോഡുകളിലെയും സഞ്ചാരം സുഗമമാക്കുകയാണ് ലക്ഷ്യം. കോൺഗ്രസിന്റെ 139-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സർവീസ് സ്റ്റേഷൻ മുരിക്കിങ്ങൽ റോഡാണ് 175-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ആഴ്ച വൃത്തിയാക്കിയത്. മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ബേബി കണ്ണമ്പടത്തി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, നൂർജഹാൻ നവാസ്, ജെയിംസ് മൂലൻ, ബാബു പുതിയമഠം, ഷാജി പുതിയടത്ത്, കൃഷ്ണൻ, സുരേന്ദ്രൻ പുണർക്ക, ബാബു കല്ലമ്പി, ജിജോ പറനിലം എന്നിവർ നേതൃത്വം നൽകി. പ്രസിദ്ധമായ മൂന്നുമുറി അമ്പ് തിരുനാളിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ അമ്പു തിരുനാളിന്റെ സ്വാഗത സംഘം ഓഫീസ് വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ അഗസ്റ്റിൻ കുന്തിലി സന്നിഹിതനായി. ജനറൽ കൺവീനർ ഡിറ്റോ കോപ്പി നേതൃത്വം നൽകി. ഇടവക കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, കേന്ദ്രസമിതി ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജനുവരി 16-ന് കൊടിയേറ്റം, ജനുവരി 26, 27 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ബി സ്മാർട്ട് അബാക്കസ് പഞ്ചായത്ത് തല ഉദ്ഘാടനം CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ട്രെയിനർ ശ്രീദേവി രാധാകൃഷ്ണൻ അധ്യക്ഷയായി. മറ്റ് ട്രെയിനർമാരായ സലീബ ബാബു, ദീപ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചെങ്ങാലൂർ മനക്കലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. മനക്കലക്കടവിൽ ആറാട്ടോടെയായിരുന്നു സമാപനം. സമാപന ദിനത്തിൽ ബദരിയാത്ര, സ്വർഗാരോഹണം, കൽക്കി അവതാരം, മാർക്കണ്ഡേയ ചരിതം, ഭാഗവത യജ്ഞ സമർപ്പണം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. ചെറുവാറ്റ ശ്രീരാജ് നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. വൈകിട്ട് ഹരിനാമ കീർത്തനവും തുടർന്ന് ദീപാരാധനയും അത്താഴപൂജയും ഉണ്ടായി. ഭഗവാൻ ഭാഗവതത്വവിൽ താന്ത്രികാപര്യവ്യായാം കേവലസ്യ ശ്രീയപദേ അംഗോപാംഗായുധാകൽപം കൽപ്പയന്തി യഥാചയൈഃ തന്നോ വർണ്ണയ ഭദ്രം ദേ ക്രിയായോഗം ബുഭുത്സു. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളിനെ കൊടിയേറി. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ വർഗീസ് തരകൻ നേതൃത്വം നൽകി. ജനുവരി 10, 11 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. വാർത്തകളുടെ കുത്തൊഴുക്കാണ് 2023 കണ്ടത്. നേട്ടങ്ങളും കോട്ടങ്ങളും സന്തോഷങ്ങളും വിവാദങ്ങളും സമൂഹത്തെ ഞെട്ടിച്ച പല സംഭവങ്ങളും NCTVയിലൂടെ കണ്ടറിഞ്ഞു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കാർഷിക മേഖലകളിലെ പല വാർത്തകളും തലക്കെട്ടുകളായി. സാമൂഹിക പ്രശ്നങ്ങളെ അധികൃതരുടെ മുന്നിലെത്തിച്ച് പരിഹാരമുണ്ടാക്കിയും NCTVക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായ വർഷമായിരുന്നു 2023. കടന്നുപോകുന്ന വർഷത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ കൂട്ടിയിണക്കിയ പോയ വർഷം 2023 എന്ന പരിപാടി ഇനി കാണാം. ഒരു വർഷം കൂടി കടന്നു പോകുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഓർമ്മകളുടെ കാൽപെരുമാറ്റം കേൾക്കാം. നേട്ടങ്ങളുടെയും ആഹ്ലാദത്തിൻ്റെയും മധുരമുള്ള ഓർമ്മകൾ, കഠിനാധ്വാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും നാളുകൾ,
കണ്ണീരിലാഴ്ത്തിയ ചില വേർപാടുകൾ. പുതുക്കാടിനും ഓർത്തെടുക്കാനുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ NCTVക്കും. ദൃശ്യ മാധ്യമ രംഗത്ത് 20 വർഷം പൂർത്തിയാക്കിയ അഭിമാന വർഷം കൂടിയായിരുന്നു 2023. അംഗീകാരത്തിൻ്റെ മാധുര്യത്തോടുകൂടിയാണ് NCTV 2023 ആരംഭിച്ചത്. ചേർപ്പ് പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ദൃശ്യമാധ്യമ അവാർഡ് ലഭിച്ചത് ജനുവരിയിലായിരുന്നു. ചേർപ്പ് പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ദൃശ്യമാധ്യമ റിപ്പോർട്ടിനുള്ള പ്രഥമ മഹാത്മാ പുരസ്കാരമാണ് NCTV റിപ്പോർട്ടർ ബൈജു ദേവസിക്ക് ലഭിച്ചത്. തൊട്ടടുത്ത മാസം ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള പൗലോസ് താക്കോൽക്കാരൻ സ്മാരക അവാർഡും NCTVക്ക് ലഭിച്ചു. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ NCTVക്ക് കഴിഞ്ഞു. വരന്തരപ്പള്ളി CJM അസംഷൻ ഹൈസ്കൂളിലും സെൻറ് ആന്റണീസ് LP സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടന്നത്. ചേർപ്പ് ഉപജില്ലയിലെ 5500ഓളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി മാറ്റുരച്ച മേളയിൽ രചനാ മത്സരങ്ങളും സ്റ്റേജിന മത്സരങ്ങളും സംസ്കൃതോത്സവം, അറബി കലോത്സവം എന്നിവയും നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പന്തൽ, വേദികൾ, ഊട്ടുപുര, റിസപ്ഷൻ എന്നിങ്ങനെ കലോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി നടത്തിയത്. കലോത്സവ വാർത്തകൾ ഓരോ ദിവസവും NCTV സംപ്രേഷണം ചെയ്തിരുന്നു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തിയ നവകേരള സദസ്സ് പുതുക്കാട് മണ്ഡലത്തിലുമെത്തി. മികച്ച രീതിയിലുള്ള സംഘടനാ മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ജില്ലയിൽ ഏറ്റവും പകിട്ടാർന്ന നവകേരള സദസ്സായിരുന്നു പുതുക്കാട് മണ്ഡലത്തിലേത്. നവകേരള സദസ്സിൻ്റെ ഒരുക്കങ്ങൾ മുതൽ ഓരോ ഘട്ടവും NCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ പുതുക്കാട് MLA KK രാമചന്ദ്രൻ പുതുക്കാട് വികസന രേഖ നവകേരള സദസ്സിൻ്റെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ അന്തരിച്ചത് 2023 പുതുക്കാടിന് നൊമ്പരമായി. 83 വയസ്സിലാണ് അന്ത്യം. 2 തവണ മന്ത്രിയും 6 തവണ നിയമസഭാംഗവുമായിരുന്നു KP വിശ്വനാഥൻ. പുതുക്കാട്ടെ പല വികസന പദ്ധതികൾക്കും തുടക്കമിട്ട നിയമസഭാ സാമാജികനെയാണ് വർഷാവസാനത്തിൽ പുതുക്കാടിന് നഷ്ടമായത്. മണിപ്പൂരിലെ കലാപത്തെ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ഭരണകൂടത്തിൻ്റെ പരാജയത്തിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധങ്ങൾ അരങ്ങേറിയ വർഷമായിരുന്നു 2023. പുതുക്കാടും വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചാലക്കുടി പാലം മുതൽ കുറുമാലി പാലം വരെ സ്നേഹചങ്ങല തീർത്ത് ഇരിങ്ങാലക്കുട രൂപത വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. രൂപതയിലെ 141 ഇടവകകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് സ്നേഹച്ചങ്ങലയിലെ കണ്ണികളായത്. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. വരന്തരപ്പള്ളിയിലെ യുവാവിൻ്റെ മരണം പിന്നീട് കൊലപാതകമായിരുന്നെന്ന് നാട്ടുകാർ അറിഞ്ഞത് നടുക്കത്തോടെയാണ്. കലവറക്കുന്ന് സ്വദേശി വിനോദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭാര്യ നിഷ അറസ്റ്റിലായി. ഫോണിൽ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ഭാര്യ കറിക്കത്തിക്ക് കുത്തിയതാണ് മരണകാരണമായത്. കല്ലൂരിൽ ഭാര്യയുടെ കഴുത്ത് മുറിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കിയ സംഭവം ഞെട്ടലോടെയാണ് നാട്ടുകാർ അറിഞ്ഞത്. കല്ലൂർ സ്വദേശി 64 വയസ്സുള്ള കൂന്തിലി ബാബുവാണ് ജീവനൊടുക്കിയത്. ഭാര്യയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. പാലിയക്കരയിൽ ടോൾ കൊള്ള നടത്തുന്നു എന്നാരോപിച്ച് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ടോൾ പ്ലാസ വളയൽ സമരം 2023 പുതുക്കാട് കണ്ട വലിയൊരു പ്രതിഷേധമായി. പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിനിടയിൽ TN പ്രതാപൻ MP, മുൻ MLA അനിലക്കര, DCS പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർക്കും പരിക്കുപറ്റിയിരുന്നു. കൂടാതെ ടോൾ പ്ലാസയിൽ മണിക്കൂറുകൾ നീണ്ട ED റെയ്ഡിനും പുതുക്കാട് സാക്ഷിയായി. പുതുക്കാടുകാർക്ക് ഏറെ സുപരിചിതമായ ഊട്ടോളി പ്രസാദിനെ കോടനാട് ആനചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടത് നവംബർ മാസമായിരുന്നു. വൈകല്യമുള്ള ഊട്ടോളി പ്രസാദ് എന്ന ആനയെ കാലിൻ്റെ വളവിൻ്റെ പേരിൽ ആദ്യം ഗുജറാത്തിലേക്ക് മാറ്റാൻ ശ്രമം നടന്നിരുന്നു. ഇത് പരാജയപ്പെട്ടപ്പോൾ അധികൃതർ പിടിച്ചെടുക്കൽ ശ്രമം നടത്തിയെന്നായിരുന്നു ആരോപണം. തൃക്കൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കല്ലൂർ മുട്ടിത്തടിയിലും സമീപ പ്രദേശങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് 2023 ജൂലൈ മാസത്തിലാണ്. പലയിടത്തും വീടുകൾക്ക് നേരിയ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തതോടെ സമീപവാസികളിൽ പരിഭ്രാന്തി ഉളവാക്കി.
ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ നേതൃത്വത്തിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ആശങ്ക വേണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഉദ്ദേശിച്ച് 2023 പുതുക്കാട് മണ്ഡലത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പൊലിമ പുതുക്കാട്. ഭക്ഷ്യോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആശയം പുതുക്കാട് നിയോജക മണ്ഡലം വിജയകരമായി പ്രാവർത്തികമാക്കി. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ 2411 അയൽക്കൂട്ടങ്ങളിൽ അംഗങ്ങളായ 40,000 കുടുംബശ്രീ വനിതകൾ 126 ഹെക്ടർ സ്ഥലത്ത് വിളയിച്ചത് 128 ടൺ പച്ചക്കറി. പൊലിമ പുതുക്കാട് എന്ന പുതിയ പദ്ധതി വലിയ മുന്നേറ്റമായി മാറി. ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ NCTVക്ക് ഏറെ സംതൃപ്തി നൽകിയ മാസമായിരുന്നു 2023 ഡിസംബർ. വരന്തരപ്പള്ളി CJM അസംഷൻ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബം വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ജപ്തി നടപടികൾ നേരിടുന്ന വാർത്ത ഡിസംബർ 3-നാണ് NCTV സംപ്രേഷണം ചെയ്തത്. സ്കൂൾ അധികൃതർ ഈ വിഷയം ഏറ്റെടുക്കുകയും NCTV വാർത്താ വീഡിയോ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് സ്കൂളിൽ നടത്തിയ പിരിവിലൂടെ 2 ദിവസം കൊണ്ട് വായ്പയും കുടിശ്ശികയും തിരിച്ചടയ്ക്കുന്നതിന് സാധിച്ചു. സഹപാഠിയുടെ വീട് ജപ്തിയാകാതെ സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾ കൈകോർത്ത ഈ വാർത്ത പല പ്രമുഖ പത്രങ്ങളും പ്രസിദ്ധീകരിക്കുകയും മുഖപ്രസംഗങ്ങളിൽ പോലും ഇടം പിടിക്കുകയും ചെയ്തു. ഈ വർഷവും കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് പ്രൗഢിയോടെ തന്നെ നടത്തി. 250-ലേറെ പ്രതിഭകൾക്ക് ആദരമർപ്പിച്ച ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന മികവുകൊണ്ടും ശ്രദ്ധേയമായി. ചലച്ചിത്ര താരവും മുൻ MP-യുമായ സുരേഷ് ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അനുദിനം മാറിമറയുന്ന വാർത്താകാലത്ത് 2024 കാത്തുവെച്ചത് എന്തൊക്കെയാകും? പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കാത്തിരിക്കാം. ഏറ്റവും മികച്ച കളക്ഷൻസും ട്രെൻഡി ഡിസൈനുകളുമായി പേൾസ് ലേഡീസ് വെൽത്ത് ആൻഡ് ബ്യൂട്ടി ലോഞ്ച് പുതുക്കാട് ആരംഭിക്കുന്നു. അഡ്വക്കേറ്റ് ജോബി പുളിക്കൻ ബിൽഡിംഗ്സിലാണ് സ്ഥാപനം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 9-ന് ഫാദർ പോൾ തേക്കാനത്ത് വെഞ്ചരിപ്പ് നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. സിനിമാ താരം മാളവിക മേനോൻ ആദ്യ വിൽപ്പന നടത്തും. PBG ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമാണിത്. BJPക്കൊപ്പം നിൽക്കുന്ന ക്രൈസ്തവ പുരോഹിതർ അടക്കമുള്ളവരെ അധിക്ഷേപിക്കാനുള്ള CPM നീക്കത്തെ ചെറുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മിന്നുമണി, മറിയക്കുട്ടി, വൈക്കം വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം 3-ന് തൃശൂരിൽ വേദി പങ്കിടും. കേരളത്തിൽ UDFന്റെയും LDFന്റെയും പതനം ആസന്നമാണെന്നും UDFന്റെ 19 MP-മാരും നിർഗുണ പരബ്രഹ്മങ്ങളായിരുന്നുവെന്നും K. സുരേന്ദ്രൻ തൃശൂരിൽ ആരോപിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30-ന് സെന്റ് മേരീസ് പള്ളിയങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന സൗഹൃദം 2024 എന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിക്കും. കളക്ടർ VR കൃഷ്ണതേജ മുഖ്യ അതിഥിയാകും. പരിപാടിക്ക് മുന്നോടിയായി കപ്പേളയ്ക്ക് മുന്നിൽ നിന്നും 5:30-ന് വിളംബര ഘോഷയാത്ര ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതിയ ഉൽപാദന സംരംഭങ്ങൾ തുടങ്ങിയ കരകൗശല വിദഗ്ധർക്ക് നിക്ഷേപത്തിന്റെ 50% സബ്സിഡിയായി നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പരിഷ്കരിച്ച മാർഗരേഖ പ്രകാരമുള്ള ആശാ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കും അപേക്ഷകളും അനുബന്ധ രേഖകളും സമർപ്പിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലും താലൂക്ക് വ്യവസായ ഓഫീസുകളിലും ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 0477-2361-945, മൊബൈൽ 9496248691. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5855 രൂപ, പവന് 46,840 രൂപ. കല്ലൂർ ഞെള്ളൂർ തേനംകുടത്ത് വട്ടക്കുഴി ജോണി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് കല്ലൂർ പടിഞ്ഞാറ് ഹോളി മേരി റോസറി പള്ളിയിൽ. ഭാര്യ കൊച്ചു ത്രേസ്യ. നിൽസൺ, ജിൽജി, പരേതനായ ജിൻസൺ എന്നിവർ മക്കളും, ജിൻസി, ഹാപ്പി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് മറവാഞ്ചേരി തച്ചംകുളം സുലോചന അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് സുബ്രഹ്മണ്യൻ, സുധീർ, ശൈലേഷ്, സന്ധ്യ എന്നിവർ മക്കളും, ജിനി, മീന, ഷാജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വെള്ളിക്കുളങ്ങര കൊടുങ്ങയിൽ ആളില്ലാത്ത വീട്ടിൽ നിന്നും 11.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. കൊടുങ്ങ വില്ലൻ വീട്ടിൽ ഉസ്മാന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം, ഒരാൾ മരിച്ചു, 5 പേർക്ക് പരിക്ക്. കുതിരാൻ പാലത്തിന് മുകളിൽ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ന്യൂ ഇയർ ഡ്രൈവിന്റെ ഭാഗമായി പുതുക്കാട് പോലീസും ഡോഗ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ അളഗപ്പ നഗറിൽ നിന്ന് 21 ലിറ്റർ മദ്യം പിടികൂടി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ മാസവും സൗജന്യ ഹെൽത്ത് ക്യാരവന്റെ സേവനം ലഭ്യമാക്കുന്ന ആരോഗ്യ പരിപാലന പദ്ധതിക്ക് കോടാലിയിൽ തുടക്കം കുറിച്ചു. പ്രസിദ്ധമായ 3 മുറി അമ്പു തിരുനാളിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങാലൂർ മനയ്ക്കക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. കടന്നുപോകുന്ന വർഷത്തിൽ NCTV സംപ്രേഷണം ചെയ്ത പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിയ പോയ വർഷം 2023. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.